വീണ്ടും വാർത്തകളിലേക്ക്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനായി 5 ദിവസം ബാക്കി നിൽക്കെ പ്രചാരണ റാലികളിൽ സജീവമായി ഇരു മുന്നണിയിലെയും പ്രമുഖ നേതാക്കൾ. മുംബൈയിലും നവി മുംബൈയിലുമായി വിവിധ റാലികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവൃത്തി ദിനത്തിലെ ഗതാഗത നിയന്ത്രണം 10,000ങ്ങളെ ദുരിതത്തിലാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമായി ഇരുമുന്നണിയിലെയും നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം മുംബൈയിലും നവി മുംബൈയിലുമായി റാലികളിൽ പങ്കെടുത്തു. പ്രവൃത്തി ദിനത്തിലെ ഗതാഗത നിയന്ത്രണം മഹാനഗരത്തിൽ 10,000ങ്ങളെയാണ് ദുരിതത്തിലാക്കിയത്. സമൂഹ മാധ്യമങ്ങൾ രോഷപ്രകടനങ്ങൾ കൊണ്ട് നിറഞ്ഞു. VIP-കളുടെ തിരക്ക് കണക്കിലെടുത്ത് മുംബൈ ട്രാഫിക് പോലീസ് രാവിലെ 10 മുതൽ അർദ്ധരാത്രി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിൽ വികസനങ്ങൾ നടപ്പാക്കുന്നതിൽ സർക്കാരിനെ പ്രകീർത്തിച്ച നരേന്ദ്രമോദി അജിത് പവാറിനെ മനഃപൂർവ്വം ഒഴിവാക്കിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായി. और शिंदे जी ने और देवेंद्र जी ने अभी विस्तार से इसका वर्णन भी किया है. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തന്റെ അവസാന യോഗമാണിതെന്ന് പറഞ്ഞാണ് മോദി ശിവാജി പാർക്കിലെ വേദി വിട്ടത്. आज महाराष्ट्र में इस चुनाव की ये मेरी आखिरी जनसभा है. हर क्षेत्र के लोगों से मेरा संवाद हुआ और अब मैं आमची मुंबई में हूं. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറിനെയും പേരെടുത്ത് അധിക്ഷേപിച്ച നരേന്ദ്രമോദി ഇക്കുറി ഇരുവരെയും തന്ത്രപൂർവ്വം ഒഴിവാക്കിയാണ് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. अगर गरीब का भला होता है तो आपको खुशी होगी कि नहीं होगी, लेकिन कांग्रेस पार्टी को नहीं होती. ജാതികളെ തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച നരേന്ദ്രമോദി ഒരുമിച്ച് നിന്ന് പോരാടാൻ മുംബൈയിലും ആവർത്തിച്ചു. एक बात बहुत जरूरी हो गई है और वो है एक है तो सेफ है. അതേസമയം വ്യവസായങ്ങൾ ഗുജറാത്തിലേക്ക് തട്ടിയെടുക്കുന്നത് തുടർന്നാൽ മഹാരാഷ്ട്രയിലെ വികസന പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ വെല്ലുവിളി. मी स्थगिती कशाला दिली होती? माझ्या महाराष्ट्राचा विकास गुजरातला न्यायला स्थगिती दिली होती आणि यापुढे तर मी बंदीच घालीन त्याच्यावरती. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഉദ്ധവ് താക്കറെ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.